ഇപ്പോഴും സ്വർണ്ണത്തരികൾ കിട്ടുന്ന KGF. ഇന്ത്യയുടെ സ്വർണ്ണ ഖനിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പഴയ ബ്രിട്ടീഷ് ടൗൺഷിപ്പും കാണണോ? നിങ്ങൾക്കും പോകാം KGFലേക്ക്. റീൽ സേവ് ചെയ്യൂ, വഴി പറയാം. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഇവിടെ എത്താം. ഒരു ദിവസം മുഴുവൻ നടന്നു കാണാനുണ്ട് KGF. ലോകത്തിലെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണ ഖനിയായിരുന്നു KGFലെ ചാമ്പ്യൻ റീഫ് ഷാഫ്റ്റ്. ഇതുവഴിയായിരുന്നു ഖനിത്തൊഴിലാളികൾ 10-12 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ഖനികളിലേക്ക് ഇറങ്ങിയതും കുഴിച്ചെടുത്ത സ്വർണം മുകളിലേക്ക് എത്തിച്ചതും. ഉപേക്ഷിക്കപ്പെട്ട മൈനിങ് യന്ത്രങ്ങളുടെയും കെട്ടിടങ്ങളുടെയും പ്രേതഭൂമിയാണിന്ന് KGF. ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡിന്റെ ഓഫീസുകളും അനുബന്ധ കെട്ടിടങ്ങളും ഇവിടെ കാണാം. ഖനിത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ആശുപത്രിയും 100 വർഷം പഴക്കമുള്ള പോസ്റ്റ് ഓഫീസും സ്കൂളും ഇവിടെയുണ്ട്. ഇതിൽ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വൈദ്യുതി എത്തിയ ഇടങ്ങളിലൊന്നായിരുന്നു KGF. കോലാറിൽ നിന്ന് ലണ്ടനിലേക്ക് വിളിക്കാൻ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ടെലിഫോൺ എക്സ്ചേഞ്ചാണിത്. സ്വർണ്ണ ഖനനം 2001 നിലച്ചെങ്കിലും മഴ പെയ്താൽ ഇപ്പോഴും KGFകാർക്ക് സ്വർണം കിട്ടും. ഖനി അവശിഷ്ടങ്ങൾക്കുമേൽ പെയ്യുന്ന മഴവെള്ളം ഒഴുകിയെത്തുന്ന ഡ്രൈനേജുകളിൽ നിന്ന് സ്വർണ്ണത്തരികൾ അരിച്ചെടുക്കുകയാണ് ഇവർ. KGFലെ ഖനി അവശിഷ്ടങ്ങൾ വലിയൊരു സയനൈഡ് മല പ്രദേശത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാഴ്ച ആകർഷകമാണ്. കുഴിച്ചെടുക്കുന്ന സ്വർണം മുംബൈയിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും എത്തിക്കാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽപാളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും കാണാം. ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയോ ബംഗളൂരു KSR റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡെമു ട്രെയിനിൽ 2.5 മണിക്കൂർ യാത്ര ചെയ്തോ ബസ്സിലോ കാറിലോ ബൈക്കിലോ ഏറിയോ നിങ്ങൾക്ക് KGFൽ എത്താം. KGFൽ നിന്ന് ബൈക്ക് റെന്റിനും ലഭിക്കും. KGF സിനിമയുടെ ആരാധകരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ റീൽ അയച്ചു കൊടുക്കാൻ മറക്കരുതേ.